പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9ൻ്റെ ചാപ്റ്റർ 4ലെ മോർ ഐഡൻറ്റിറ്റീസ് എന്നുള്ള പോർഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ a+b² a-b² ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ a+b² അതായത് 2 നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ 3 നമ്പേഴ്സ് എടുക്കുന്നു, അതായത് a+b+c² 3 നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ b+cക്ക് പകരം നമ്മൾ d-യെ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും? a+d² എന്ന് മാറും. a+d² വരുമ്പോൾ a² + 2ad + d², അതായത് a+b² എന്നുള്ള ഐഡൻറ്റിറ്റി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് നമ്മൾ ഡിക്ക് പകരം എന്ത് റീപ്ലേസ് ചെയ്യുന്നു? b+c. ഇവിടെ നമ്മൾ b+cക്ക് പകരം d കൊടുത്തിട്ടാണ് ഇതിനെ എഴുതിയത്. ആ ഡിയുടെ പ്ലേസിൽ വീണ്ടും നമ്മൾ തിരിച്ച് b+cയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? a² + 2a × ഡിക്ക് പകരം b+c + b+c² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, a² + ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ എല്ലാം ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 2a × b ഈസ് 2ab, 2a × c ഈസ് 2ac. ഇനി ഇവിടെ b+c² ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? b² + 2bc + c² എന്ന് വന്നു. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. a² + b² + c² + 2ab + 2ab കഴിഞ്ഞിട്ട് 2bc എഴുതുക കേട്ടോ. 2bc + 2ac. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയത്. അപ്പോൾ നമ്മുടെ 3 നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? a+b+c² ആദ്യം 3ൻ്റെയും സ്ക്വയർ എഴുതുക. a² + b² + c² ഇനി 2ab + 2bc + 2ac. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. ഇങ്ങനെയാണ് 3 നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ നമ്മൾ എഴുതുന്നത്. ഇനി ഇതിനെ ജോമെട്രിക്കലി നമുക്ക് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ a+b+c² ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് a+b+c 3 കൂടെ ചേർന്ന് വന്നു. ഇത്രയും റെഡ് a ആണ്, ഓറഞ്ച് b ആണ്, ബ്ലൂ c ആണ്. അപ്പോൾ a+b+c. ഇതും അതേപോലെ a+b+c. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്കറിയാം എന്താണ്? a² + b² + c² + 2ab + 2bc + 2ac ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ തിങ്ക് ആൻഡ് റിഫ്ലക്റ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലേബൽ ദ സ്ക്വയേഴ്സ് ആൻഡ് റെക്ടാങ്കിൾസ് ഇൻ ഫിഗർ so that it represent the identity a+b+c² is equal to a² + b² + c² + 2ab + 2bc + 2ca. ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്, ലേബൽ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഈ റെഡിൻ്റെ ഏരിയ എന്ത് വരും? അതായത് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സൈഡ് എന്താണ്? a+b+c ആണ്. അതേപോലെ ഇതും a+b+c ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പോൾ ഇതെന്ത് വരും? a² എന്ന് വരും. ഇനി നോക്കിയാൽ ഈ റെഡ് സ്ക്വയറിൻ്റെ ഏരിയ എന്ത് വരും? ഇത് സൈഡ് a ആണ്, ഇതും സൈഡ് a ആണ്. അപ്പോൾ ഇത് a² എന്ന് വന്നു. ഇനി ഓറഞ്ച് റെക്റ്റാങ്കിൾ എന്ത് വരും? ഈ സൈഡ് ബിയും ഈ സൈഡ് എന്താണ്? a ആണല്ലേ? ഇവിടെ a ആയതുകൊണ്ട് ഇവിടും a ആണ്. അപ്പോൾ a × b ab. ഈ ബ്ലൂ എന്ത് വരും? ഇത് c ആണ്, ഇവിടെ a ആണ്. അപ്പോൾ എന്ത് വന്നു? ac. ഇനി ഇതെന്ത് വരും? ഇത് b ആണ്, ഇത്രയും പോർഷൻ a ആണ്. ഇതപ്പോൾ ab. ഇനി ഇതെന്ത് വരും? ഇത് ബിയും ഈ സൈഡും b ആണ്. അപ്പം b². ഇത് c × b, അപ്പോൾ bc. ഇതെന്ത് വരും? ഈ സൈഡ് എയും ഈ സൈഡ് സിയും. അപ്പോൾ ഇത് AC. ഇതെന്ത് വരും?
ഈ സൈഡ് ബിയും ഈ സൈഡ് സിയും. അപ്പോൾ ബി സി, ഇവിടെ സി ഇൻറ്റു സി, ദാറ്റ് ഈസ് സി സ്ക്വയർ. അപ്പോൾ എന്ത് വന്നു? എ സ്ക്വയർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ്, ഇനി ഇതാ ഓറഞ്ച് 2 എണ്ണം ഉണ്ട്, അതായത് എ ബി 2 ടൈംസ് ഉണ്ട്, സോ 2ab പ്ലസ്, ഇനി വയലറ്റ് 2 എണ്ണമുണ്ട്, അപ്പോൾ 2ac, പിന്നെന്താ ഗ്രീൻ 2 എണ്ണമുണ്ട്, 2bc. ഉണ്ടല്ലോ, നമുക്ക് ജോമെട്രിക്കലി ഇതിനെ റെപ്രസെൻറ്റ് ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നോക്കിയാൽ, ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലെറ്റ് us use this identity to find the square of a number, say 119. അതായത് 190ൻ്റെ സ്ക്വയർ നമ്മളോട് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 119 സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും നമ്മൾ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ഇങ്ങനെ നമ്പേഴ്സിനെ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോസിൽ കണ്ടതാണ്. അപ്പോൾ 119 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 100 പ്ലസ് 10 പ്ലസ് 9 ഇങ്ങനെ എഴുതാം അല്ലേ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 119 സ്ക്വയറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്? എ സ്ക്വയർ ദാറ്റ് ഈസ് 100 സ്ക്വയർ, ബി സ്ക്വയർ ദാറ്റ് ഈസ് 10 സ്ക്വയർ, സി സ്ക്വയർ ദാറ്റ് ഈസ് 9 സ്ക്വയർ. ഓക്കെ, ഇനി എന്താ? 2ab, അപ്പോൾ 2 ഇൻറ്റു 100 ഇൻറ്റു 10. അടുത്തത് 2bc, അപ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു 9, ഇതാണ്. അടുത്തത് 2ac, അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 100 ഇൻറ്റു 9. എന്നിട്ട് ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. So far we have verified the following 3 identities and used them for performing calculation and manipulating algebraic expressions. 3 ഐഡൻറ്റിറ്റീസ് ഇത് നിങ്ങൾ നന്നായി ഓർത്ത് വയ്ക്കുക കേട്ടോ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി വരുമ്പോൾ എന്ത് വരും? 2ab മൈനസ് ആയിട്ട് മാറും. അടുത്തത് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സസൈസ് 4.3 ആണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.